നമ്മുടെ അവതാരകർ എവിടെ? അവര് വരില്ലല്ലോ. അവര് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ പറയാൻ പറ്റില്ല വിജു. ഷോ തുടങ്ങണ്ടേ നമുക്ക്? ഷോ തുടങ്ങിക്കോളും. അവര് വരട്ടെന്ന്. നമുക്ക് തുടങ്ങാന്നേ. അവരുണ്ടെങ്കിൽ ആരും ഇത് ഗും വരുള്ളൂ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത മാതിരി സാറൊന്ന് കയറി തുടങ്ങ്. ഓ ഞാനില്ല, എനിക്ക് വയ്യ. അവര് വന്നിട്ട് മതിയെന്ന്. അല്ലെങ്കിൽ വേണ്ട, അവരെന്തിനാ, നമുക്ക് അങ്ങോട്ട് തുടങ്ങിയാൽ പോരെ. ഓക്കെ, റെഡി പുലികൾ? ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ പുലികൾക്ക്. നമുക്ക് ഒരു വലിയൊരു വെൽക്കം ചെയ്യാം. എന്നിട്ട് എന്താണ്, ലെറ്റ്സ് വെൽക്കം എവരിബഡി ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. എന്നിട്ട് അതുപോലെ തന്നെ അഞ്ജലി റിപ്പീറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ തന്നെയല്ലേ അല്ലേ? പക്ഷെ അവരുള്ളപ്പോ അതാണ് രസം. അല്ല, അവരില്ലാത്തപ്പോഴല്ലേ അവരെ പറ്റി ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലേ? അതെ അല്ലേ? നമുക്കൊരു ഇൻട്രോ മ്യൂസിക് വായിക്കാം. അപ്പോഴത്തേക്ക് അവർ വന്നില്ലെങ്കിൽ ഞാനും സ്റ്റീഫനും കൂടെ ഇന്ന് ആങ്കർ ചെയ്യും. ദേ വന്നു. ഇൻട്രോ മ്യൂസിക് കിട്ടിയാലേ വരൂ. വെൽക്കം ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. സോ നമുക്ക് ആദ്യം തന്നെ ലെറ്റ്സ് വെൽക്കം ദി ക്രൂ മെമ്പേഴ്സ്. ഇതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇവര് മാറ്റി പറയാൻ നോക്കുകയാണ്. ക്രൂ മെമ്പേഴ്സ്. അത് കഴിഞ്ഞിട്ട് ലെറ്റ്സ് വെൽക്കം പ്രൊഡ്യൂസർ. യെസ്, പ്രൊഡ്യൂസർ. വെറുതെ ലെറ്റ്സ് വെൽക്കം ദി പേരന്റ്സ്. ആൻഡ് ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് കണ്ടസ്റ്റന്റിനെ വിളിക്കാം, സോണിക. സോണിക. ഓ, അതായത് ഇങ്ങനെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് എന്ന് പറയണതിനാലും ലാസ്റ്റ് കണ്ടസ്റ്റന്റ്. അങ്ങനെയൊന്നല്ല, എല്ലാരും പറഞ്ഞുകൊണ്ട് ഞങ്ങള് അല്ലെങ്കിൽ കുറച്ചുപേരെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്ട്. മോണിറ്റർ, കേബിള്, മൈക്ക്, സ്റ്റാൻഡ്, ക്യാമറ. അത് ചെറിയൊരു പ്രശ്നം വെച്ചാൽ അവര് കേൾക്കൂല. എന്തായാലും നിങ്ങളുടെ ഈ വ്യത്യാസകരമായ ഉള്ള ഇൻട്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്തുണ്ടാക്കി. അതിനാണ് ഇത്രയും നേരം പുറകെ നിന്നത് അല്ലേ? തിങ്ക് ചെയ്യാൻ അല്ല, ഇത് കേട്ടോണ്ട് ഞങ്ങൾ പറഞ്ഞു ചേഞ്ച് വേണ്ടത്ര ചേഞ്ച്. അപ്പൊ ഞങ്ങൾ ചേഞ്ച് കൊണ്ടുവന്നു. കൊള്ളാം, നല്ല ചേഞ്ച്. ഡ്രസ്സും കൂടെ ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് തിരിച്ച് വന്നാൽ നല്ലതായിരിക്കും. വേറെ ലെവലായിട്ട്. സോറി, അത് ടൈമില്ല. നമുക്ക് എന്തായാലും സെമി ഫൈനലിൽ ചേഞ്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ടും കുട്ടികളുടെ ടാലന്റിൽ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ടും നമുക്ക് ഷോ തുടങ്ങാം. കൂടിക്കൊണ്ടിരിക്കണല്ലോ. പ്രത്യേകിച്ച് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ചേഞ്ച് ചെയ്യണം വേണ്ട, വേറെ ആരും ഒന്നും ചേഞ്ച് ചെയ്യണ്ട, അങ്ങനെ പോട്ടെ. നമുക്ക് നമ്മുടെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാം. Okay, so let's welcome our first contestant, Sonika. Sonika. സോണിക കുട്ടി, ഇത് എന്ത് സ്റ്റേജാന്ന് അറിയാലോ? സെമി ഫൈനൽ സ്റ്റേജ്. പിന്നെ അമ്പലത്തിലൊക്കെ പോയോ? അത് കള്ളക്കുറിയാണോ? അല്ല, പോയോ? ഓക്കെ, അപ്പൊ നന്നായി പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചു. Okay, അപ്പൊ ഏത് റൗണ്ട് ആവും മോളെ? മദേഴ്സ് ചോയ്സ്. Mother's choice. Okay, അപ്പൊ അമ്മയോട് തന്നെ ചോദിക്കാം. സോണിക കുട്ടിയുടെ അമ്മ Okay, so നല്ലൊരു എന്താ പറയാ, ലവ്ലി തമിഴ് സോങ് ആണ്. അതെ, ഈ സെമി ഫൈനൽ റൗണ്ട് അടിച്ചു പൊളിക്കൂ. നന്നായി പാടൂ. ഓൾ ദി ബെസ്റ്റ്. All the best. ചേച്ചി, താങ്ക് യു ചേട്ടാ. ഒരു സനം തൂങ്ങിരിച്ച് ഊതക്കാത്തും അടിച്ചിരിച്ച് പാവി മനം തൂങ്കലയേ അതുവും ഏനോ പൊരിയലയേ. ഒരു സനം
ഇഷ്ടപ്പെട്ട് ആസമച്ചാ എന്നെ ഏങ്ക വച്ചാ ഒരു സനം തൂങ്ങിരിച്ച് ഊതക്കാത്തും അടിച്ചിരിച്ച് പാവി മനം തൂങ്കലയേ അതുവും ഏനോ പുരിയലയേ. സോണിക്ക കുട്ടി നന്നായി പാടി. നമുക്ക് ജഡ്ജസിനൊക്കെ കമന്റ്സ് കേൾക്കാം. അതിന് മുന്നേ ആരോടാ ചോദിക്കണ്ടേ? അമ്മയുടെ അടുത്ത് ചോദിക്കാം അല്ലേ? Okay. എങ്ങനെയുണ്ടായിരുന്നു സോണിക്കയുടെ പാട്ട് ആന്റി? കുഴപ്പമില്ലാതെ പാടിയെന്ന് തോന്നുന്നു. കുഴപ്പമില്ലാതെ പാടി. അല്ല എന്താണ് ഈ ഒരു എന്താ പാട്ട് പറയാ പാട്ട് select ചെയ്യാനുള്ള സെലക്ട് ചെയ്യാനുള്ള കാരണം? MSC സാറിന്റെയും ഇളയരാജ സാറിന്റെയും കോമ്പിനേഷനിലുള്ള പാട്ട് ജാനകിയമ്മ പാടിയതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. ഭയങ്കര മ്യൂസിക്കൽ ഇൻഫർമേഷൻ ഓക്കെ. ഇതൊക്കെ അറിഞ്ഞിരുന്നു, നമ്മൾക്കറിയോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നേരെ കമന്റ്സിലേക്ക് കിടക്കാം. സോ വിൽ സ്റ്റാർട്ട് വിത്ത് വിജയ് ചേട്ടാ. ഓവറോൾ സോണിക പാടിയ ടോൺ, ഐ മീൻ ജാനകിയമ്മ പാടിയ ഒരു ഫീൽ ഉണ്ട്. എന്നാലും ആ ഒരു ത്രോ ഇല്ല, വോയിസിൻ്റെ ത്രോ കുറച്ച് ഭയങ്കര ഹസ്കിയായി ഒരു സനം അങ്ങനെ ഭയങ്കര ഹസ്കിയായിട്ട് കുറച്ചൊരു ഓപ്പൺ ആയിട്ട് പാടാൻ പറ്റുമെന്ന് ഒരു സനം തൂങ്ങിരിച്ച് ഊതക്കാത്തും അടിച്ചിരിച്ച് പാവി മനം തൂങ്കലയേ അതുവും ഏനോ പുരിയലയേ. പിന്നെ ഈ അതും ഏനോ പുരിയലയേ അവിടെ എന്താണ് അവിടെ ഒരു എക്സ്പ്രഷൻ വേറെ മാതിരി അങ്ങനെ കേട്ടപ്പോൾ അങ്ങനെയാണോ തോന്നിയത്? അതിൽ പാടിയിരിക്കുന്ന അതുപോലെ ഒരു ഫീൽ ഉണ്ടെന്ന് തോന്നിയ അതും ഏനോ പുരിയലയേ അതാ നോട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വരുന്നതാണ് ആ ഫീൽ. അല്ലാണ്ട് ജാനകിയമ്മ പാടുമ്പോ ജാനകിയമ്മയുടെ ജാനകിയമ്മ അങ്ങനെ പാടിക്കാണും. പക്ഷെ മോള് പാടും ജാനകിയുടെ ബാക്കി സ്ഥലങ്ങളൊക്കെ അതുപോലൊരു ആക്ട് ചെയ്തിട്ടാണ് ജാനകിയമ്മ വരണം. അപ്പം അത് തനിയെ നിൽക്കില്ല. മോള് പാടുമ്പോൾ എന്താ വെച്ചാൽ മോള് ബാക്കി സ്ഥലം വരും, ഈ സ്ഥലം മാത്രം തനിയെ ഇങ്ങനെ ഒരു ആക്ടിങ് ഒരു മിമിക്രി പോലെ ഇരിക്കും. സിമിലാരിറ്റി കുറച്ചൊരു സിങ്ക് സിമിലാരിറ്റി വേണം, ഒരു ഫ്ലോ വേണം അതിൽ. അപ്പോൾ ഇത്ര ഒരു വ്യത്യാസം വരാൻ പാടില്ല, മനസ്സിലായോ? അത് മാത്രമേ ഉള്ളൂ, ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി ചരണം ഇതൊക്കെ നല്ല എൻഡ് അന്ന് പാടി അവിടെ നിന്ന് പാടിക്ക. കുയില് കരുങ്കുയില് മാമ മനക്കുയില് കോലം പോടും പാട്ടാലേ മയില് ഇളം മയില് മാമൻ കവിക്കുയില് രാഗം പാടും കേട്ടാലേ സേതി സൊല്ലും പാട്ടാലേ. ഇപ്പോഴാണ് കുറച്ചുകൂടെ ക്ലീൻ ആയത്. പക്ഷെ നേരത്തെ പാടിയപ്പോൾ നല്ലായിരുന്നു, പക്ഷെ കുറച്ചൊന്നും നമ്മുടെ ഇവിടെയൊക്കെ സ്ലിപ്പ് ചെയ്തു. ഓക്കെ, അങ്ങനെ അത് കുറച്ചുകൂടെ ഹസ്കി എന്നുള്ള കുറച്ചുകൂടെ ഒരു ത്രോ വേണം വോയിസിൽ. അല്ലെങ്കിൽ ലൈക്ക് ഐ സെഡ് ഈ ഒരു ചില മൈന്യൂട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉള്ളൂ. ബട്ട് യു സാങ് വെൽ, നല്ല ഒരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. മോള് ചില സ്ഥലങ്ങളൊക്കെ ചരണത്തിൻ്റെ പോർഷൻസ് ഒക്കെ നല്ലതായിരുന്നു. ആ ഫസ്റ്റ് ഡീറ്റെയിലിംഗ് ഒക്കെ നല്ലതായിരുന്നു. അതിൻ്റെ എൻഡ് അതൊക്കെ എനിക്കിഷ്ടമായി. ഈ 3 സ്ഥലവും മാത്രമേ ഉള്ളൂ ഭയങ്കര ഒരു ആക്ടിവിറ്റി മിമിക്രി പോലെ ആയിപ്പോയി ആ 3 ലൈനും. കാരണം അത് ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഫുൾ ആ പാട്ട് ബാക്കി മുഴുവൻ വേറൊരു ഇമോഷനിൽ വന്ന് പെട്ടെന്ന് അത് മാത്രം വരുമ്പോൾ ഇങ്ങനെ മുഴന്തിച്ച് നിൽക്കണ്ടായിരുന്നു. അത് ഞങ്ങൾ ഇവിടുന്ന് ചിരിച്ച പാവം കൊച്ചുകുട്ടികൾക്ക് അറിയില്ല, അത് അവിടെ മാത്രം ജാനകി അത് പാടുമ്പോൾ അങ്ങനെ പാടാമെന്ന് വിചാരിക്കും. പക്ഷെ അത് നമ്മൾ പാടേണ്ട ബാക്കി എല്ലാ സ്ഥലങ്ങളും അതിൻ്റെ അനുസരിച്ച് വേണം അടുത്ത ലൈനിലും ആ ഫീൽ വരാൻ, അല്ലെങ്കിൽ അത് തനിയെ നിൽക്കും. നിങ്ങൾ പഠിച്ചു വരണല്ലേ ഉള്ളൂ ഇതൊക്കെ. പിന്നെ ഈ പാട്ടിൻ്റെ ഏറ്റവും ബെസ്റ്റ് ലൈൻസ് നിലാക്കായും നേരം ആ സ്ഥലമൊക്കെ അവിടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട് ജാനകിയമ്മയുടെ. അത് എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യാലിറ്റി അല്ല, അത് ഒരു സാധനമുണ്ട്, അത് മോള് എടുക്കണമായിരുന്നു. പിന്നെ അതുപോലെ അതൊരു ഇമ്പോർട്ടൻറ്റ് സ്ഥലമാണ്. അത് ആ ജാനകിയമ്മ അതങ്ങനെ ഇറ്റ് ജസ്റ്റ് ഫോൾസ്. അത് ആ 2 സ്ഥലമൊക്കെയാണ്, അവിടെയൊക്കെയാണ് എക്സ്പ്രഷൻസ് എടുക്കുന്നത്. അത് ഫുള്ളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വന്നിരുന്നെങ്കിൽ ഈ അവസാനത്തെ ഇതും കൂടെ ചേർന്ന അതൊരു ശരിക്കും ഇറ്റ് ഈസ് നമ്മൾ ആക്ട് ചെയ്യണം. സിംഗിങ് എന്ന് വെച്ചാൽ നമ്മൾ ആക്ടിങ് ഇൻ ഫ്രണ്ട് ഓഫ് മൈക്ക് തന്നെയാണ്. അപ്പോൾ ഒരു സ്ഥലം മാത്രമല്ലാതെ
അതൊക്കെ വന്നിരുന്നെങ്കിൽ മോളിപ്പോൾ പഠിക്കുകയാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും പറഞ്ഞത് മോള് പഠിച്ചു. അടുത്ത തവണ ഇത് പാട്ട് പാടുമ്പോൾ ഇതിലും നല്ലോണം പാടും. ബട്ട് സർട്ടൻ പോർഷൻസ് വെരി ഗുഡ്. ഡീറ്റെയിലിങ്സ് ഒക്കെ വളരെ നല്ലതായിരുന്നു. വോയിസ് കുറച്ചും കൂടെ മോളുടെ ഓപ്പൺ ആവായിരുന്നു. തീരെ കുറച്ച് ഹസ്കി ആയിപ്പോയി. ഈ പാട്ട് എളുപ്പമല്ല പാടാൻ. ആ ഒരു അതൊക്കെ അത് കഴിഞ്ഞ ഉടനെ ശ്വാസം കൊടുക്കാൻ ഡിഫിക്കൽട്ടാണ്. അതൊക്കെ മോൾ അസലായി പാടി, വളരെ ഭംഗിയായിട്ട് പാടി. ശരി മോൾ. താങ്ക് യു ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ. സോണിക്ക, ചേട്ടാ ഈ പാട്ടിനൊരു ഇമോഷൻ ഉണ്ട്, അതെനിക്ക് നന്നായി കിട്ടി. യു സാങ് ഇറ്റ് വെരി വെൽ. അത് ഡൈനാമിക്സും കാര്യങ്ങളൊക്കെ കറക്റ്റായി വന്നുകൊണ്ടായിരിക്കാം. ഈ പറഞ്ഞ മാതിരി ഒരു ഹസ്കി, അത് ഓൾറെഡി സോണിയയ്ക്ക് ഒരു ഡീഫോൾട്ട് ദൈവം എന്നാ പിടിച്ചതുകൊണ്ട് കുറച്ച് ഹസ്കി തന്നിട്ടുണ്ട്. അത് ആ വോയിസിനുള്ളതാണ് നാച്ചുറലി. അപ്പോൾ അങ്ങനെയുള്ള അതൊരു ഗുഡ് ക്വാളിറ്റി ആണ് കേട്ടോ. ചിലർക്കൊക്കെ എത്ര പാടിയാലും അത് വരില്ല. ഇതാ ഹസ്കിയുടെ ഒരു ജംഗ്ഷൻ ബോക്സാണ് ഇരിക്കുന്നത്. സോണികയുടെ വോയിസിന് പറ്റുന്ന രീതിയിൽ യു ഡിഡ് എ ഗുഡ് അറ്റംപ്റ്റ്. ഓക്കെ, നന്നായിട്ട് പാടി തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തന്നുള്ളൂ. പക്ഷേ പിച്ചിങ്ങും എക്സ്പ്രഷനും ഡൈനാമിക്സ് ഒക്കെ യു ഡിഡ് വെരി വെൽ കേട്ടോ. ദാറ്റ് ഈസ് എ ഗുഡ് ക്വാളിറ്റി. കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. നമ്മുടെ സ്വീറ്റ് ജഡ്ജസിന് കുറേ അഡ്വൈസസ് ഒക്കെ തന്നു അല്ലേ? ഇതൊക്കെ കേട്ട് നമുക്ക് അടുത്ത പെർഫോമൻസിന് നന്നായിട്ട് ചെയ്യണം. അതിന് മുന്നേ ഈ പെർഫോമൻസിന്റെ മാർക്സ് അറിയാം. ഓക്കെ Okay. So we'll start with Vijay Chata. Seven marks. Okay. Thank you ചേട്ടാ. സ്റ്റീഫൻ ചേട്ടാ. $7.5. 14.5 plus. സുജാത ചേച്ചിയുടെ മാർക്സ്. Okay. So ചേച്ചി അവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 156. അത് മാർക്കിടുകയാണ്. അങ്ങനെ ബോക്സിൽ നമ്മുടെ സോനിക്കുട്ടിയുടെ മാർക്ക് എത്തിക്കഴിഞ്ഞു. യെസ്, സോനിക്കുട്ടി സെമി ഫൈനൽ സ്റ്റേജ് ആണ്. സോ നമുക്ക് 2 ജഡ്ജസിന് മാർക്ക് കിട്ടി, വിച്ച് ഇസ് ടുഗദർ 14.5 പ്ലസ് സുജാത ചേച്ചിയുടെ മാർക്സ് ഹിഡൻ ആണ്, നമ്മൾ പിന്നെ അറിയുള്ളൂ അല്ലേ? ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേട്ടാ. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. സോ നമുക്ക് അടുത്ത കണ്ടസ്റ്റന്റിനെ വിളിക്കാം. അമൽ റോയ്. ആരാണ് ഈ ഹാൻസം ബോയ്? അമൽ റോയ്. ഓ, നല്ല തിരിഞ്ഞിട്ടൊക്കെ ഒരു ഇൻട്രോ ഒക്കെ ആയിട്ട് പറ. നല്ല സ്റ്റൈലിലൊക്കെ പറയണ്ടേ? പറയോ? ഓക്കെ, തിരിഞ്ഞോ. അമൽ റോയ്. ആളാകെ മാറിപ്പോയി. സെമി ഫൈനൽ സ്റ്റേജിൽ എത്തിയേണ്ട ചേഞ്ച് ആണോ? അല്ലല്ല, നേരത്തെ ഞാൻ പണ്ടേ ഉള്ളത്. അങ്ങനെയല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അമൽ റോയ്, നീ ശ്രദ്ധിച്ചോന്നറിയില്ല, നിന്റെ സൗണ്ട് കുറച്ച് മാറിയിട്ടുണ്ട് കേട്ടോ. അത് തോന്നിയാ? തോന്നി പാട്ടിന്റെ പിച്ചൊക്കെ അതേമാരല്ലേ സെറ്റ് ചെയ്തിരിക്കണേ? ചെരിഞ്ഞ് വീഴുവോ? ഇല്ല. ഷൂ കണ്ടിട്ട് നിന്നെ പൊക്കാനുള്ള എല്ലാ അതും ഉണ്ട് അതില്. 2 ബോട്ട് നിക്കണ മാതിരി ഉണ്ടല്ലോടാ ഷൂ കണ്ടിട്ട്. അമലായോണ്ട് പറയാൻ പറ്റില്ല. കഥ വന്നോ. പാന്റ് പാന്റിന്റെ അളവേ കുറച്ച് വലുതായി പോയി, അതാണ് ഇവിടെ കാലി അറ്റത്ത് മന്ത് പിടിച്ചോലിരിക്കണത്. മന്ത് പിടിച്ച പോലെ. സാധാരണ പാട്ട് കഴിഞ്ഞിട്ടാണ് നീ തുടങ്ങാറ്, പാട്ടിന് മുമ്പ് നിന്റെ പാന്റിനും മന്തില്ല, നിനക്കും ഇല്ല. ഇറക്കം കൂടി, അതാണ് പ്രോബ്ലം. ഇതാണ് സ്റ്റൈലിടാ. ഇങ്ങനെ പാന്റ് ഇങ്ങനെ മടങ്ങി 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 ഇങ്ങനെ ഇരിക്കണം, അതാണ് ഇപ്പത്തെ സ്റ്റൈല്. ഇറക്കം കൂടിയത് മാത്രമല്ലേ പ്രശ്നമുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. പാട്ടിലേക്ക് കിടക്കാലോ നമുക്ക്. ഷൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനെ കുറിച്ച് എന്തെങ്കിലും വേറെ കുഴപ്പങ്ങളൊന്നും. നീ ഒന്നും നിർത്തുന്നുണ്ടോ? നീ ഏത് പാട്ടാ പാടുന്നത്? റൗണ്ട് പറയണ്ടേ? സ്കൂൾ ചോയ്സ്. ഓ, സ്കൂൾ ചോയ്സ്. ഓക്കേ, അപ്പോൾ നമുക്ക് സ്കൂൾ പറഞ്ഞു പേര് പറയൂ. സെന്റ് ലോഷ്യസ് കോൺവെന്റ് ISC സ്കൂൾ. ആരാ അവിടെ പഠിക്കുന്നത്? നീ അവിടെയാണോ പഠിക്കുന്നത്? ചക്കര, ഇത് കോൺവെന്റ് അല്ലേ? അല്ല, കോൺവെന്റും ആണ് സ്കൂളും ആണ്. സ്കൂളാണോ? അപ്പൊ സെന്റ് അലോഷ്യസ് കോൺവെന്റിലെ അമൽ റോയ്ക്ക് സെലക്ട് ചെയ്ത സോങ് കാണാം. വീഡിയോ.
അലോഷ്യസ് കോൺവെന്റ് ISC സ്കൂൾ പള്ളുരുത്തി. ഇനി നമുക്ക് സ്കൂളിലെ വിശേഷങ്ങൾ അറിയാം. ഹായ്, ഇതാണ് എൻ്റെ ക്ലാസ്. ഇവിടെയാണ് എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സൊക്കെ ഉള്ളത്. എനിക്ക് ഈ സ്കൂളിൽ ഇഷ്ടം പോലെ ഉണ്ട് ഫ്രണ്ട്സ്. പക്ഷേ ഈ ക്ലാസ്സിൽ മാത്രമേ എനിക്ക് കുറേ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അതിലൊരാൾ ജോസഫ് സ്റ്റീവ് എന്നാണ് ഇവൻ്റെ പേര്. അപ്പോൾ ഇവനോട് എൻ്റെ പറ്റിയുള്ള അഭിപ്രായമൊക്കെ ചോദിക്കാം. പറയടാ. അവൻ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ്. ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അവൻ ലവബിളാണ്. വളരെ നല്ല അഭിപ്രായമാണ്. എടാ അഭിമാനമാണ്. പാവമാണ്. എല്ലാ മിസ്സുമാർക്കും ഇഷ്ടമാണ്. വളരെ നല്ല സ്റ്റുഡൻ്റ് ആണ്. അങ്ങനെ ജാടയൊന്നുമില്ല. നല്ലോണം പഠിക്കും. പിന്നെ ഭയങ്കര ആക്റ്റീവാണ്. ഭയങ്കര ഫ്രണ്ട്ലിയുമാണ്. ഇനി എൻ്റെ അടുത്ത സുഹൃത്തിനെ പരിചയപ്പെടാം. ക്ലാസ്സിൽ വെച്ച് ഏറ്റവും ചെറിയ കുട്ടി നമ്മുടെ അഖിൽ. നല്ല പാട്ടുകാരനാണ്. നല്ലോണം പഠിക്കും. ഇപ്പം ബോയ് ഫ്രണ്ട്സാണ് കഴിഞ്ഞത്. നമുക്ക് ഗേൾ ഫ്രണ്ട്സിലോട്ട് പോവാം. അതിൽ ആദ്യത്തെ കുട്ടി ഗ്രീറ്റി. അമൽ നല്ല വെച്ചാണ്, നല്ല പാട്ടൊക്കെ പാടും. ക്ലാസ്സിൽ മൊത്തം പാട്ടാണ്. നല്ലൊരു ഫ്രണ്ടാണ്. നല്ലോണം വരക്കും. അമൽ എനിക്ക് 6ാം ക്ലാസ് തൊട്ട് അറിയാവുന്നൊരു കുട്ടിയാണ്. എല്ലാ കോമ്പറ്റീഷൻസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എല്ലാത്തിനും പ്രൈസും വാങ്ങിക്കാറുണ്ട്. എനിക്ക് അമലിനെ ഒരു ഫ്രണ്ടായി കിട്ടിയത് ഞാൻ ഭാഗ്യമായിട്ടാണ്. ഞങ്ങളുടെ ക്ലാസ്സിലെ നല്ലൊരു കുട്ടിയാണ്. നന്നായി പഠിക്കും. എല്ലാ കോമ്പറ്റീഷനിലും നന്നായി പങ്കെടുക്കും. എല്ലാം കൊണ്ടും നല്ലൊരു കുഞ്ഞാണ്. ഇനി എൻ്റെ ക്ലാസ് ടീച്ചറിനെ പരിചയപ്പെടാം. സോണിയ മിസ് എന്നാണ് എൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ പേര്. Talking about Amal, he is a very sweet, gentle and obedient boy in my class. I am really lucky to have him in my class. Really proud to have him. പ്രിൻസിപ്പളെ പരിചയപ്പെടാം. ജാൻസി ജോസഫ് എന്നാണ് എൻ്റെ പ്രിൻസിപ്പളുടെ പേര്. We wish him all the success and best of luck in his future, and we hope and pray that he would become the superstar on Amrita TV. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ്. അത് നിങ്ങൾക്കറിയാം, കുറേ ഫിലിമിലൊക്കെ അഭിനയിച്ച്, പ്രത്യേകിച്ച് മങ്കിപ്പ് എന്ന് പറഞ്ഞ ഫിലിമിനെ അഭിനയിച്ച് നമ്മുടെ ഗൗരവ് എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. ഇതാണ് ഗൗരവ്. ഞാൻ അമ്മച്ചേട്ടൻ്റെ പാട്ടൊക്കെ കണ്ടുണ്ട്. അമ്മയ്ക്കാണ് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്ക് നമ്മൾ സ്ഥിരം കാണാറുണ്ട്. ടീച്ചേഴ്സിനെ പരിചയപ്പെടാൻ ഇവരെല്ലാവരും കൂടി ചേർന്നാണ് എൻ്റെ സ്കൂൾ ചോയ്സ് എന്ന് പറഞ്ഞ റൗണ്ടിൽ എൻ്റെ പാട്ട് സെലക്ട് ചെയ്തേക്കണ. പാട്ട് ഏതാണെന്ന് നമുക്ക് സാറിനോട് ചോദിക്കാം. In the school choice round, we have selected a nice song for him. Together, we teachers and our students here at St. Aloysius School has chosen one song from Dil Se, Tu Hi Tu Satrangi Re. We wish all the best for Amal to perform well and do succeed in this competition. All the best. ഓക്കെ, ഒരു അടിപൊളി പാട്ടാണ് അല്ലേ? എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള പാട്ടാണ്. പാട്ടാണ്. റെഡി അല്ലേ? അപ്പൊ എന്തായാലും ഇതിലൊരു നമ്മളൊരു കിടലൻ സ്റ്റെപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് അമൽ. ഒരു സർപ്രൈസ് സ്റ്റെപ്പ് ഉണ്ടാവില്ലേ? അല്ലേ? ഉണ്ടാവും. ഉണ്ടാകും. ആർക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം ഉണ്ടോ നമുക്കിപ്പോ നോക്കാം. ഭാഗ്യം ഉണ്ടാവണേ. അമൽ റോയുടെ സ്റ്റെപ്പും കൂടി കാണാനുള്ള ഭാഗ്യം ഉണ്ടാവണേ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്.
सतरंगी रे, तू ही तू मन रंगी रे, तू ही तू सतरंगी रे, तू ही तू मन रंगी रे। दिल का साया हम साया सतरंगी रे, मन रंगी रे, कोई नूर है तू क्यों दूर है तू, जब पास है तू एहसास है तू, कोई ख्वाब है या परछाई है सतरंगी रे, सतरंगी रे। इस बार बता मोर हवा ठहरेगी कहाँ, आँखों ने कुछ ऐसे छुआ, हल्का हल्का उन्स हुआ, हल्का हल्का उन्स हुआ, दिल को महसूस हुआ, तू ही तू जीने की सारी खुशबू, तू ही तू आरज़ू आरज़ू, तेरे जिस्म की आज को छूते ही मेरे सांस लगने लगते हैं, मुझे इश्क दिला से देता है, मेरे दर्द लगने लगते हैं। तू ही तू जीने की सारी खुशबू, तू ही तू आरज़ू आरज़ू, छूती है मुझे सरगोशी से, आँखों में घुली खामोशी से, मैं फर्श पे गज़लें करता हूँ, कुछ होश में कुछ बेहोशी से। दिल का साया हम साया सतरंगी रे, मन रंगी रे, कोई नूर है तो क्यों दूर है तू, जब पास है तू एहसास है तू, कोई ख्वाब है या परछाई है सतरंगी रे। तेरी राहों में उलझाऊं, तेरी बाहों में उलझाऊं, सुलझाने दे होश मुझे, तेरी चाहों में उलझाऊं, तेरी राहों में उलझाऊं, तेरी बाहों में उलझाऊं, सुलझाने दे होश मुझे, तेरी चाहों में उलझाऊं। मेरा जीना जुनू मेरा मरना जुनू, अब इसके सिवा नहीं कोई इसको, मेरा जीना जुनू मेरा मरना जुनू, अब इसके सिवा नहीं कोई इसको, मेरा जीना जुनू मेरा मरना जुनू। तू ही तू सतरंगी रे,
ही तू सतरंगी रे, तू ही तू मन रंगी रे। मुझे मौत की गोद में सोने दे, मुझे मौत की गोद में सोने दे, मुझे मौत की गोद में सोने दे, तेरे रूह में जिस पट मोने दे, तेरे रूह में जिस पट मोने दे। सतरंगी रे मन रंगी रे, सतरंगी रे मन रंगी रे। അമൽ സൂപ്പർ പെർഫോമൻസ് അമൽ, തകർത്തു. ഓക്കെ. സോ വിജയ് ചേട്ടാ? എനിക്ക് പ്രത്യേകിച്ച് വളരെ ഇഷ്ടമായി. എൻ്റെ കുറച്ചുകൂടെയും വേറൊരു നമ്മുടെ ഡാൻസേഴ്സ് കിട്ട പോലെ ഇങ്ങനെ സൂട്ടിന് വരാൻ വേറെ എന്തെങ്കിലും കുറച്ചൊരു ഒരു ഡ്രസ്സ് ചെയ്ത് വരായിരുന്നു നിനക്ക്. അത് അതാണ് ഞാൻ പോയിട്ട് വരാം. നിങ്ങളൊന്ന് രണ്ടുപേരും കുറച്ച് നേരം ഇരുന്നോളൂ, അവൻ കഥ തീർക്കട്ടെ. ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഇവിടെ വന്നപ്പോഴാണ് ഡാൻസേഴ്സ് ചോദിച്ചത്, ഈ ഡ്രസ്സാണോ നീ ഇടുന്നത്, ഈ ഡ്രസ്സാണോ ഇടുന്നത്. അപ്പൊ അവർക്ക് ഇതേപോലത്തെ ഡ്രസ്സ് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് അവർ അങ്ങനത്തെ ഡ്രസ്സ് എടുത്തിട്ടത്. ഓ അത് ശരി, അപ്പൊ അവരുടെ കുറ്റമാണ്. അവരുടെ കുറ്റമാണ്. അതായത് നീ സൂട്ട് ഇട്ട് വന്നത് അവരുടെ കുറ്റമാണ്. ആ 15 പേർക്ക് സൂട്ടില്ല, പക്ഷെ അമലിന് ആ ഒരു ഡ്രസ് ഇല്ലാത്ത കുറ്റല്ല. അതല്ല ഇല്ല, ചുമ്മാ പറഞ്ഞ സൂട്ടിന്റെ കാര്യമൊക്കെ അവിടെ ഇരിക്കട്ടെ. നിന്റെ പാട്ടിൽ നല്ല ഒരു എനർജി ഉണ്ടായിരുന്നു, നല്ലൊരു ത്രോ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് നൈസ്, ഇറ്റ് വാസ് റിയലി ഗുഡ്. ഒരു ഡിഫിക്കൽട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക സോങ് സുജി. കുറച്ച് ഇങ്ങനെ നമ്മൾ എവിടെ എടുക്കണം എവിടെ വിടണം ഒന്നും ഒരു ഐഡിയ ചിലപ്പോൾ കിട്ടില്ല നമുക്ക്. ബട്ട് അതൊക്കെ നല്ല കറക്റ്റായിട്ട് എടുത്തു. ആൻഡ് കറക്റ്റായിട്ട് നല്ല ത്രോ ഉണ്ടായിരുന്നു, നല്ല ഫീൽ ഉണ്ടായിരുന്നു. ആൻഡ് കുറച്ചുകൂടെയും എനർജി ഡാൻസിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. ഡാൻസ് ആ 2 സ്ഥലത്ത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഡാൻസ്. ആർക്ക്? നീ അത് ചോദിച്ചത് വലിയ തെറ്റായി പോയി. അത് വരാൻ വേണ്ടിയാണല്ലോ ഞാൻ ചോദിക്കുന്നത്. കേക്കട്ടെ. ഫസ്റ്റ് പോർഷനിൽ സെക്കൻഡ് പോർഷൻ അല്ല തേർഡ് പോർഷനിൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഡാൻസ്. ആണോ? ബാക്കിയൊക്കെ ബാക്കിയൊന്നും ഇട്ടില്ലല്ലോ നീ. വെറുതെ ഇങ്ങനെയൊക്കെ കാണിച്ചില്ലേ എപ്പോ? പാടുന്ന സമയത്ത്. അതാണോ നീ ഇട്ടത്? അതാണ് ഇത് മാത്രമാണ് നീ ഇട്ടത്, വേറെ നീ മനസ്സിൽ പാടുന്ന സമയത്ത് നീ മനസ്സിൽ ഇട്ടു തോന്നണം. ഇവിടെ ഒന്നും കണ്ടില്ല ഞങ്ങള്. നിന്റെ സൂട്ടും ബൂട്ടും ഒക്കെ കുഴപ്പമില്ല, പക്ഷെ ഈ സോങ്ങിന് കുറച്ചുകൂടി ഒരു സ്റ്റൈലിഷ് ആയിട്ട് മേ ബി ഒരു ലെതർ ജാക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരായിരുന്നു. അടുത്ത പ്രാവശ്യം നോക്കാം നമുക്ക്. ഓക്കെ മിസ്റ്റർ അമൽ റോയ്, നിന്റെ ശബ്ദം മാറുന്നതിന്റെ തെളിവുകൾ നിന്റെ പാട്ടിലുമുണ്ട്. നിനക്ക് മനസ്സിലായോ? പൊട്ടലുകൾ പതുക്കെ പതുക്കെ തുടങ്ങിയിരിക്കുന്നു. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെയുള്ള പാട്ടുകൾ എടുക്കുമ്പോൾ എവിടെയൊക്കെ വരുമ്പോൾ ഈ ശബ്ദം മാറുമ്പോൾ ഒരു സ്ഥലത്ത് എന്താ ചെയ്യുന്നത്, നിനക്ക് ഭയങ്കര സ്ട്രെയിൻ എടുക്കാണ്ട് ഒരു ടെൻഡൻസി വരും കുറേ കാലത്ത്. അതെനിക്ക് ഫീൽ ചെയ്തു. അത് ചെയ്യുന്നുണ്ടല്ലേ നീ? ഹൈ പിച്ചൊക്കെ എടുക്കുമ്പോൾ നിനക്ക് ഭയങ്കര സാധാരണ പാടിനെക്കാട്ടും സ്ട്രെയിൻ നിനക്കിട്ട്. അതാ നീ എങ്ങോട്ടായി നോക്കുന്ന ഇത്രയും ഹൈ പിച്ച് പാടുമ്പോഴത്തേക്കും? നീ മിക്കവാറും ആ ലൈറ്റിന്റെ അവിടെ പോയി നിൽക്കേണ്ടി വരും ആ പിച്ച് എത്താൻ വേണ്ടി. നോക്കി ഞാൻ നീ മിക്കവാറും പുറയിലേക്ക് വീഴുന്നു. അവിടുത്തെ അങ്ങനെ നോക്കിയതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് അത്രയും ശ്രുതിയൊന്നും എത്തുന്നില്ല. ഇല്ല ഇല്ല, എനിക്കറിയാം നിനക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു തോന്നണു. അങ്ങനെ നോക്കിയാലേ ആ ശ്രുതിയിൽ എത്തുള്ളൂ എന്നുള്ളത്. അങ്ങനെ എത്തൂല. നേരെ നോക്കി പാടിയാലും
വന്നില്ല. വരില്ല, മുകളിലേക്ക് നോക്കുമ്പോൾ വരുന്നേ. താഴോട്ട് നോക്കുമ്പോൾ ഒട്ടും വന്നില്ല. താഴോട്ട് നോക്കരുത്. ഉറങ്ങുമ്പോൾ കണ്ണടയ്ക്കാറുണ്ടോ? ആ. അപ്പൊ കുഴപ്പമില്ല, അസുഖമൊക്കെ സെയിം തന്നെ. ഹെഡ് വോയിസ് എന്ന് പറയുന്നത് അത് പക്ഷെ നമ്മൾ തല ഏത് ആംഗിളിൽ വെക്കുന്നു എന്നുള്ളതല്ല. ഓക്കെ, പക്ഷെ ഓക്കെ അതൊക്കെ നിനക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും. ഇപ്പത്തേക്ക് നീ കൂടുതൽ മേളിൽ നോക്കി പെടലി വിളിക്കണ്ട. ഓക്കെ, താങ്ക് യു ചേട്ടാ. താങ്ക് യു. പറഞ്ഞു സ്റ്റീവൻ ചേട്ടാ. ഓക്കെ, അപ്പോൾ എവിടുന്ന് എന്ത് പറയണത് അറിയില്ല. ഓക്കെ, അപ്പോൾ ആ ശബ്ദം മാറുന്നുണ്ട് ഇതിൻ്റെ കേട്ടോ. അപ്പോൾ അതൊന്ന് നീ ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എത്തുമ്പോൾ നീ ഒന്ന് ശ്രദ്ധിച്ച് പാടുക. സോങ് ചോയ്സിനും വലിയൊരു പോയിന്റ് ഉണ്ട് ഈ ഒരു ഇടത്തിലൊക്കെ കേട്ടോ. നല്ല സോങ് ചോയ്സ് ആയിരുന്നു, പക്ഷേ ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് നീ ഇങ്ങനത്തെ പാട്ടുകൾ എടുക്കുന്നത്. നിൻ്റെ തൊണ്ട മാറുന്നൊരു സമയം. പിന്നെ പാട്ടിൻ്റെ ഫീല്, ഈ പാട്ടിനൊരു പ്രത്യേക ഒരു ഇൻട്രാൻസ് ആണ് എപ്പോഴും. അത് എപ്പോഴും ആ ബീറ്റിൽ നന്നായിട്ടുണ്ട്. യു ബ്രോട്ട് ദാറ്റ് ഫീൽ. താങ്ക് യു ഫോർ ബ്രിങ്ങിങ് ദ സോങ്. ഓൾ ദ ബെസ്റ്റ് ചക്രേ. എനിക്ക് ചെറുതായിട്ടൊരു അഭിപ്രായമുണ്ട്. ഈ പാട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വാസ് ദ കറക്റ്റ് ചോയ്സ്. കാരണം ഇതിലൊരു ക്രൈ ഉണ്ട്, ഒരു ആംഗ്വിഷ്, ഒരു പെയിൻ. അത് ഫസ്റ്റ് മോന് കുറച്ചും കൂടെ അത് അറിഞ്ഞ് പാടാൻ മെച്യൂരിറ്റി വേണം. ഈ പാട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഇങ്ങനെ ഒരേ ട്യൂണിൽ, പക്ഷെ ആ എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ ഇതിൽ ഇതാക്കാൻ. അപ്പോൾ വോയിസിലൊരു ക്രാക്ക് അതൊക്കെ മേലെ പോകുമ്പോൾ ഈ പാട്ടിന് ആ മറ്റേ ശ്രുതി തന്നെ വേണം. ആണുങ്ങളുടെ ആ വലിയ ശ്രുതിയിൽ പാടിയാൽ തന്നെ ഈ പാട്ടിൻ്റെ ആ ക്രൈ കിട്ടുള്ളൂ. ഇറ്റ് വാസ് എ റോങ് ചോയ്സ് എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് ഞാൻ ഒരുപാട് ഈ പാട്ട് കേട്ടിട്ടുണ്ട്. എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് തമിഴിൽ പാടിയേക്കണത്, ശ്രീനിയാണ് പാടിയേക്കണത്. അപ്പോൾ പിന്നെ അതിൻ്റെ ആ സ്ഥലവും ഞാൻ പാടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പാട്ട് നല്ലോണം അറിയാം. സോ നോക്കാം, ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം എൻ്റെ സൈഡിൽ നിന്ന്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഇനി മാർക്കിലേക്ക് കിടക്കാം. ഓക്കെ, സുവിജയ് ചേട്ടാ. താങ്ക് യു. സ്റ്റീവൻ ചേട്ടാ. 14.5 പ്ലസ് സുജാ ചേച്ചി. അറിയണ്ടേ മാർക്സ്? അങ്ങനെ അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ചേച്ചി എന്തായാലും എഴുതി അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ സുജാത ചേച്ചിയുടെ മാർക്ക് പക്ഷെ ഇപ്പൊ അറിയാൻ പറ്റില്ല, കാരണം സെമി ഫൈനൽ സ്റ്റേജിൽ നമ്മൾ ആ മാർക്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, നമ്മൾ ഇനി എല്ലാം കഴിഞ്ഞിട്ട് സെമി ഫൈനൽ പെർഫോമൻസ് എല്ലാം കഴിഞ്ഞ് ഫൈനലി നമ്മളത് സർപ്രൈസ് ആയിട്ട് അറിയിക്കും. ഓക്കെ അല്ലേ? ഓക്കെ ആണ്, പറയൂ. അടിപൊളി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Last contestant of today's episode, Ritika. Ritika കുട്ടി, ഇത് എന്താണ് ഫുൾ തിളക്കമാണല്ലോ. താങ്ക് യു. ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ അടിച്ചു പോയിരുന്നു. ഋതിക ഭയങ്കര കോൺസെൻട്രേഷൻ അതിന് വരവ് തന്നെ. സ്ട്രേറ്റ് ഒന്നും നോക്കാതെ ഫുൾ താഴേക്ക് നോക്കി. അപ്പോ റെഡി അല്ലേ? സെമി ഫൈനൽസ് റെഡി. കോൺഫിഡന്റ്. ഓക്കേ, അപ്പോൾ ഏത് റൗണ്ട് ആണ് നമ്മൾ ചൂസ് ചെയ്യണത്? ക്ലാസിക് ഹിറ്റ്സ്. ഓക്കേ, സോ ഏത് സോങ്? ഞാനൊരു പെണ്ണിന്റെ കഥ എന്ന മൂവിയിലെ ശ്രാവണ ചന്ദ്രിക. ഓക്കേ, അപ്പോൾ വെരി എന്താ പറയാ, നൊസ്റ്റാൾജിക് ആണ്, നല്ലൊരു എവർഗ്രീൻ സോങ് ആണ്. റെഡി അല്ലേ? റെഡി ആണോ? റെഡി. നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്താലോ? എടുക്കാം. സൂപ്പർ സ്റ്റാർ ജൂനിയറിലൊരു കുട്ടി ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. സോ ക്ലാസിക് ഹിറ്റ്സ് റൗണ്ടിൽ ശ്രാവണ ചന്ദ്രിക എന്ന പാട്ടുമായി ഞാൻ വരുന്നു. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചന്ദ്രിക പൂച്ചൂടിച്ചു ഭൂമി കണ്ട
ഭയങ്കര മെച്ചുവേർഡ് സിംഗിങ് ആയിരുന്നല്ലോ, ആസ് യൂഷ്വൽ. എപ്പോഴും ഒരു മെച്ചുവേർഡ് വോയിസ് ആണ് ഋത്തിക്ക്. താങ്ക് യു ചേച്ചി. ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ. താങ്ക് യു ചേച്ചി, താങ്ക് യു ചേച്ചി. അതെ, എല്ലാം ready to go. നിർത്തണ്ട. കാര്യം പറയാനുണ്ട്. എന്താ അത്? വേഗം പറയൂ. ഈ ഡ്രസ്സ് എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ് എനിക്ക് സ്പോൺസർ ചെയ്താണ്. ഓക്കേ, സോ താങ്ക് യു ടീച്ചേഴ്സ്. ഏത് സ്കൂളിൽ സ്കൂൾ വിദ്യാകേന്ദ്ര. സ്കൂൾ ടീച്ചർമാര് സ്പോൺസർ ചെയ്താണോ? ഞാനൊക്കെ പാടിയിട്ട് ഒരു മാർക്ക് പോലും കൂട്ടിയിട്ട് സ്കൂളില്. അല്ല, ഋതിക നന്നായി പഠിക്കും, അതുകൊണ്ടാ കേട്ടോ. നല്ല കഴിവിനൊന്നും തിരി. സൂപ്പർ ഡി, ഗോഡ് ബ്ലെസ് യു. അപ്പൊ എന്തായാലും കേന്ദ്രയിലെ ടീച്ചേഴ്സിന് എല്ലാവർക്കും ഒരു വലിയ താങ്ക് യു ഫോർ ദിസ് thank പ്രിറ്റി you so ഡ്രസ്. much and please keep supporting her. യെസ്. Okay? Yes. അപ്പോ നമുക്ക് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ഓക്കേ, സോ സ്റ്റീഫൻ ചേട്ടാ. ഹൃദയക്കുട്ടി, ഞാൻ സത്യം പറയട്ടെ, ഹൃദയക്കുട്ടി കഴിഞ്ഞ ഷൂട്ട് കഴിഞ്ഞ് ഈ ഷൂട്ടിന് വന്നപ്പോൾ കുറച്ച് തടിച്ചിരിക്കണു. അതൊക്കെ എന്തില്ലേ, അതിന്റെ കാര്യം ശ്രദ്ധിക്കണം. നല്ല പ്രാക്ടീസിന് എൻ്റെ കൂട്ടത്തിൽ നന്നായി പ്രാക്ടീസും ചെയ്തിട്ടുണ്ടല്ലേ. കുഴപ്പമില്ല. ഹൃദയക്കുട്ടി അധികം പിച്ച് ഔട്ടുകൾ സാധാരണ സ്റ്റേജിൽ പാടാറില്ല, പ്രത്യേകിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ ഒരിക്കലും പാടാറില്ല. വളരെ സൂക്ഷ്മതയോടുകൂടി ഇങ്ങനെ മൈക്രോ ലെൻസ് വെച്ചിട്ടാണ് പാടാറ്. ഞങ്ങളും മൈക്രോ ലെൻസ് വെച്ചിട്ട് ഇരിക്കാറില്ല, പക്ഷെ ഇന്ന് അതൊന്നും ഇരിക്കേണ്ട വന്നില്ല. കുറച്ച് പിച്ച് ഔട്ടുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാ പല്ലവികളും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമായിട്ട് പാടി. അനുപല്ലവിയിലും ചരണത്തിലും ഇത്തിരിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒരു ഇത് വന്നു. സാധാരണ ഋതിക അങ്ങനെ ഒരിക്കലും ആ ഒരു ഇതിൽ പോവാറില്ല, ആ ഒരു മേഖല വഴി പോവാറില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതൊരു ക്ലാസിക് സോങ്, വൺ ഓഫ് ദ മേ ബി ആ ഒരു കാലഘട്ടത്തിൽ മുതൽ ഈ കാലഘട്ടം വരെ എല്ലാവരും മനസ്സിലുള്ള ഒരു പാട്ടുകളാണ്. അപ്പോൾ അത് കൊടുന്നതിന് നന്ദി കേട്ടോ. ഇനിയിപ്പോൾ ഈ പാട്ടുകൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിൻ്റെ ആ അരിക്കുകളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇറ്റ്സ് നോട്ട് റിയലി കോംപ്ലിക്കേറ്റഡ്, പക്ഷെ ആ കോമ്പോസിഷനിൽ ചെറിയ ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ബ്രത്ത് എടുക്കുമ്പോൾ ചിലപ്പോൾ എൻഡിലൊക്കെ ചിലപ്പോൾ മിസ്സാവും. അങ്ങനെ 2-3 സ്ഥലങ്ങളിലൊക്കെ എനിക്ക് മിസ്സായ മാതിരി എനിക്ക് തോന്നി കേട്ടോ. സോ പ്രാക്ടീസ് വെൽ നെക്സ്റ്റ് ടൈം. ഓക്കെ ചേക്കരെ, ഓൾ ദി ബെസ്റ്റ്. മോളു, ആദ്യം തന്നെ ഡ്രസ്സ് നല്ല മിനുമിനുമിനുമിനുന്നിരിക്കുന്നുണ്ട്. ഷൈനിങ് ഋതിക പാട്ട് നല്ലോണം പാടി. എനിക്ക് സ്റ്റീഫൻ പറഞ്ഞ പോലെ ചരണത്തിൻ്റെ എൻട്രീസൊക്കെ നീലാകാശ അവിടെയൊക്കെ കുറച്ച് ഫ്ലാറ്റായിരുന്നു. പിന്നെ ഫസ്റ്റ് നീലാകാശ കഴിഞ്ഞിട്ട് കമനിയാങ്കൻ തന്നെയാണോ അതോ പവിഴക്കൈ എന്നൊക്കെയാണോ? തിരിഞ്ഞു പോയി അല്ലേ രണ്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ? ഓക്കെ. എന്താ പറ്റിയ? യൂഷ്വലി അങ്ങനെ മോൾക്ക് കോൺസെൻട്രേഷൻ പോവാറില്ലല്ലോ. ആരും ടെൻഷൻ അടിക്കണ്ട. സെമി ഫൈനൽ എന്ന് പറഞ്ഞ പ്ലീസ്, നിങ്ങളൊക്കെ നല്ലോണം പാടുന്ന കുട്ടികൾ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. ഇന്ന് വേറൊരു ഗസ്റ്റും കൂടെ ഇല്ല. വേണമെങ്കിൽ ഞങ്ങളും കൂടെ മാറിത്തരാം. ഞങ്ങൾ വേറെ ഒരു റൂമിൽ പോയിരുന്ന് കേൾക്കാം. അങ്ങനെയാണെങ്കിൽ ടെൻഷൻ കുറയുമോ? ചിലപ്പോൾ കുറഞ്ഞേക്കാം അല്ലേ. ഇനിയിപ്പോൾ രജത്തിന്റെ പ്രസൻസ് ആണോ നിങ്ങളെ ടെൻഷൻ ആക്കുന്നത്? ആണോ? അതാണോ? മോട്ടിവേഷണൽ സുജി പറഞ്ഞോളൂ. പക്ഷെ ഒരു കാര്യം, അത് ആരും അറിഞ്ഞ മുഖത്ത് എന്തെങ്കിലും കാണിച്ചത് ഒറ്റ മനുഷ്യൻ അറിഞ്ഞില്ല. എനിക്ക് പക്ഷെ പഴയ പാട്ടുകളെ എല്ലാം കാണാം. ഒറ്റ മനുഷ്യൻ അറിഞ്ഞില്ല. അവള് ഒരു ഭാവ വ്യത്യാസം ഇല്ലാതെ പാടി. അടുത്തത് ആദ്യത്തെ എടുത്ത് അങ്ങോട്ട് കട്ട് പേസ്റ്റ് വരി ആദ്യത്തെ രണ്ടാമത്തെ തവണ പാടുകയും ചെയ്തു. ഒരു ഭാവ വ്യത്യാസമില്ല. പക്ഷെ അതൊരു പ്രൊഫഷണലിസം ആട്ടോ മോളെ. ഒരു പരിഭ്രമം ഒപ്പം നോക്കി ചിരിക്കുക ഒന്നുമില്ല. ഞാൻ കറക്റ്റാ പാടുന്ന വിധത്തില്. പിന്നെ ചകര ടെൻഷൻ അടിക്കണ്ട. ഈ സെമി ഫൈനൽ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജ് കൂടെ കിട്ടി, ഒരു എക്സ്ട്രാ ബാഡ്ജ് വന്നു. അപ്പോൾ എന്താ വേണ്ടത്? നമ്മൾ കൂടുതലായിട്ട് എനർജി റിലീസ് ചെയ്യല്ലേ വേണ്ടത്. നിങ്ങൾ വേറൊരു മേഖലയ്ക്ക് കയറുമ്പോൾ നിങ്ങളുടെ എനർജി കൂടുക വേണ്ട കേട്ടോ. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അവിടെ. ഓക്കെ. എനിക്ക് ബാക്കി സ്ഥലങ്ങളൊക്കെ വലിയ ഇഷ്ടമായി. മോള് എക്സ്പ്രഷൻസ് ഒക്കെ നല്ലായിരുന്നു. ആസ് യൂഷ്വൽ മോൾ ആ പാട്ടിൻ്റെ എപ്പോഴും മോളുടെ പ്ലസ് പോയിന്റ് അതാണ്. ആ പാട്ടിൻ്റെ ഭാവം എന്താണെന്നത് മനസ്സിലാക്കിയിട്ടാണ് പാടുന്നത്. സുശീലമ്മയുടെ ചെറിയ ചെറിയ സംഗതികളെല്ലാം നല്ല രസമായിരുന്നു. പിച്ചിങ് മാത്രം അൺയൂഷ്വലി മോക്ക് വരാറില്ല. അത് കമനി അല്ല, അത് മേലെയും കുറച്ച് സ്ട്രെയിൻ തോന്നി വോയിസിൽ മേലെ പാടുമ്പോൾ.
എന്താ അത് സ്ട്രെയിൻ വരാൻ കാരണം? കുറേ പാടിയോ? ഇല്ല. കുറച്ച് മേലെ. ഐ തിങ്ക് കുറേ നാൾ ഓണസദ്യയും ഒക്കെ കഴിഞ്ഞ് കുറേ നാൾ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പതുക്കെ പതുക്കെ തിരിച്ചു വന്ന് വോമപ്പായി വരുന്നേ ഉള്ളൂ. അതെ. അപ്പോൾ അല്ലേ കുറേ ചില ആൾക്കാരൊക്കെ പായസം കുടിച്ചിരുന്ന് ഉറങ്ങണ പോലെയാണ് ഉറങ്ങണത് ഇപ്പോഴും പോലും. ഓക്കെ സോ വിജയ് ചേട്ടാ. സോ ഋതിക, എന്തോ I think ഋതികയ്ക്ക് അറിയാം, യു ആർ എ വെരി സ്മാർട്ട് ഗേൾ, യു നോ where you make your mistakes. പക്ഷെ അത് കുറവായിരുന്നു, എന്നാലും rest of it was beautiful. Okay, anyway, നമ്മൾ സ്ട്രോങ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് സെറ്റ് ചെയ്തപ്പോഴും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് അങ്ങനെ തന്നെ പോയി. അപ്പോൾ പക്ഷേ ഇനി തെറ്റ് ചെയ്യാണ്ട് കോൺഫിഡൻ്റ് ആയിട്ട് അങ്ങനെ തന്നെ പോവാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഓക്കെ അപ്പോൾ അറിയാം. ഓക്കെ Okay, so we'll Yes. start with Vijay Chetta. Yes. Thank you, Chetta and Stephen Chetta. 7.5. So 15 plus plus നമ്മുടെ ജാത സുജാ ചേച്ചി ചേച്ചിയുടെ ഹിഡൻ മാർക്സ്. ഹിഡൻ മാർക്സ് ചേച്ചി കഴിഞ്ഞു. അതെ. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ സെമി ഫൈനലിൽ പ്രാർത്ഥന കിട്ടാൻ പോകുന്ന കുട്ടികളെക്കാൾ കൂടുതൽ ചേച്ചിക്ക് ആയിരിക്കും. അതെ. ചേച്ചിക്ക് നല്ല മാർക്ക് കിട്ടണേ. ഓക്കെ, അപ്പൊ ഹാപ്പി അല്ലേ? ഹാപ്പി. ഓക്കെ Okay, so നമുക്ക് തേർഡ് മാർക്സ് നമുക്ക് വെയിറ്റ് ചെയ്തറിയാം. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേട്ടാ. ഓൾ ദി ബെസ്റ്റ്. Sujata Sarees, designed by Style Sarees, Spencer Junction, Palayam, Trivandrum.